ഹലോ, ഞാൻ സിനിസയ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അഖിൽ മാരാരുടെ ഒരു സംസാരമാണ്. അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിലെ എയറിലാണ്. അപ്പോ അതിനെപ്പറ്റി രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഇത്ര അറിവുണ്ട്, ലോകപരിചയമുണ്ട്. പക്ഷേ പല വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം എന്തെങ്കിലും ഒരു പൊട്ടത്തരം വിളമ്പുന്നത്. അത് വിദ്യാഭ്യാസം കൂടിയിട്ടാണോ, അതോ അദ്ദേഹം വളർന്നു വരുന്നത് കണ്ടപ്പോ എല്ലാം മറന്ന് മഞ്ഞളിച്ചു പോയതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തു തന്നെയായിരുന്നാലും അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന തെറ്റായ ഒരു രീതിയാണ്. ഈ ലോകത്തിലെ ഒരു സ്ത്രീകളും ആനന്ദം കണ്ടെത്തി പ്രസവിക്കില്ല. നമ്മൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് അവരുടെ സകല നാഡീ ഞരമ്പുകളും അത്രയും പ്രഷർ കൊടുത്ത് എല്ലാ ഞരമ്പുകളും പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം ചേർന്നാണ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ആ സമയത്ത് ആനന്ദമല്ല, വേദന തന്നെയാണ്, സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. പക്ഷെ അവരാനന്ദം കണ്ടെത്തുന്നു. അതെവിടെയെന്നറിയോ? എപ്പോഴെന്നറിയോ? ആ കുഞ്ഞിനെ ഡോക്ടറോ അല്ലെങ്കിൽ വയറ്റാളത്തിയോ കൊണ്ടുവന്ന് കയ്യിൽ തന്ന് നമ്മളൊന്ന് കാണിക്കുമ്പോഴാണ് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത്. അത്രയും സമയം നമ്മൾ വേദനിച്ച വേദനയും അത്രയും 9 മാസവും 9 ദിവസവും ആ വിനാഴിക വരെ വയറ്റിൽ ചുമന്ന ആ ഭാരവും ഒന്നും ആ മാതാവ് ഓർക്കുന്നില്ല. തന്റെ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, സകലതും മറന്നുള്ള ഒരു ചിരി. അതാണ് മാതാവ്. അതിനെയാണ് മാതാവ് എന്ന് പറയുന്നത് എന്ന്. അഖിൽ മാരാരുടെ അമ്മ പ്രസവിച്ചപ്പോൾ ആനന്ദം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് പണ്ടുള്ള സ്ത്രീകള് ശരിക്കും പിന്നെ വേദന സഹിച്ച് അവര് ആശുപത്രി പോയി നേരത്തെ കിടക്കാൻ ആഗ്രഹിക്കാതെ വീട്ടുജോലികളും വയലിലെ ജോലികളെല്ലാം ചെയ്ത് അവരുടെ ശരീരത്തെ മയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് വേറൊന്നും കൊണ്ടല്ല, സുഖപ്രസവത്തിന് വേണ്ടി. അപ്പൊ പണ്ട് അപൂർവം ഹോസ്പിറ്റലുകളേ ഉള്ളൂ, അത്രയും ദൂരങ്ങളായിരിക്കും. സിസേറിയൻ ആണെങ്കിലും ഭയങ്കര പാടാണ്. അപ്പൊ ഭയങ്കര എല്ലാവർക്കും പേടിയുള്ള ഒരു കാലഘട്ടം. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? നല്ല സുഖപ്രസവം നടക്കാൻ വേണ്ടി അവര് കുനിഞ്ഞ് മുറ്റമടിച്ചും അവര് അങ്ങനെ ആണ് ചെയ്യുന്നത്. മാത്രമല്ല അവര് ഇന്നത്തെ പോലത്തെ നല്ല ആഹാരങ്ങളൊന്നും ഒന്നില്ല. പഴങ്കഞ്ഞിയും ചിലപ്പം മരിച്ചിനിയുടെ തോല് വരെ കഴിച്ച് ജീവിച്ച ഒരുപാട് അമ്മമാരുടെ കഥ എനിക്കറിയാം. ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ട്. എന്നെ എന്റെ അമ്മ പ്രസവിക്കുന്നത് വയറ്റാളത്തിൽ വന്ന് പ്രസവം എടുത്ത് എന്നെ വീട്ടിലാണ് പ്രസവിക്കുന്നത്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. അപ്പോ ആ അമ്മയും വേദന സഹിച്ചാണ് എന്നെ പ്രസവിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് അവര് യൂട്യൂബിന്റെ പുറകെ പോകുന്നു. യൂട്യൂബിൽ എന്താണ് പറയുന്നത് ഡോക്ടർമാർ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഗർഭിണി ആയിരിക്കേണ്ടത്, എന്ത് കഴിക്കണം എന്നുള്ളത് അവരതിനെ പിന്നെ ഫോളോ ചെയ്താണ് ജീവിക്കുന്നത്. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ ഇപ്പോഴത്തെ ഇഞ്ചക്ഷനുകൾ, ആഹാര രീതികൾ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അവര് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി, ഇല്ലെങ്കിൽ അവര് ഈ വേദനകൾ ഇങ്ങനെ വയ്യാന്നൊക്കെ വിളിച്ച് അവർ പറയുന്നത്. അല്ലാതെ അവരും പിന്നെ അഭിനയിക്കുന്നതല്ല. അഖിൽമാരാർ പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരെ അഭിനയിക്കുന്നു എന്നാണ്. ഒരിക്കലും ആരും പ്രസവ വേദന അഭിനയിക്കാൻ പറ്റത്തില്ല. അത് സിനിമയിലും സീരിയലിലൊക്കെ ആണെങ്കിൽ പറ്റും. അത് അഖിൽമാരാർക്ക് അറിയാവുന്നതല്ലേ. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടത്, അഖിൽമാരാരുടെ ഭാര്യ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ഇവര് രണ്ടും പ്രസവിച്ചപ്പോ എനിക്ക് തോന്നുന്നു അഖിൽമാരാർ പോയി നിന്ന് കണ്ടു കാണും, ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി പ്രസവിക്കുന്നത്. അതുകൊണ്ട് ആ പുള്ളിക്കാരൻ ഇത്രയും തറപ്പിച്ച് ആ കാര്യം ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് തോന്നുന്ന കാരണം. അപ്പൊ എനിവേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ കാര്യത്തിനും അതിൻ്റെ രീതിയും വേദനയും എല്ലാം ഉണ്ട്. ഈ ന്യൂ ജനറേഷൻ ആയിരുന്നാലും ഓൾഡ് ആയിരുന്നാലും വേദന തന്നെയാണ്. ആ മാതാവ് പ്രസവന സഹിച്ച് തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പൊട്ടത്തരങ്ങളൊന്നും ഇനി ആവർത്തിക്കാതിരിക്കുക. പല കാര്യങ്ങളും ആരാരും മോശമായി പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിർത്തിയിട്ട് നല്ലൊരു പ്രതിനിധിയായി ഇങ്ങനെ ജയിച്ചു വന്നാൽ എന്താകും അവസ്ഥയെന്ന് എനിക്കറിയത്തില്ല. ഇത്തരം പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ ആള് ജയിച്ച എന്താവും ജനങ്ങളുടെ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് എന്തായാലും വരണത് വരട്ടെ. അപ്പൊ ഈ വക കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. അപ്പൊ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അതുപോലെ പറയാൻ കഴിയണം എല്ലാവർക്കും. അപ്പൊ എനിവേ, ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ആഗ്രഹിച്ചതും